yes. Hello guys, once again welcome back. എന്നൊന്നും ഞാൻ പറയണില്ലടാ. വാടാ നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കടാ. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഷിബുർ റഹ്മാൻ സീക്ക ആൻഡ് ദിസ് ഈസ് തുമാര ബ്യൂട്ടിഫുൾ ചാനൽ. ഏതടാ എജൂസ് അല്ലേണ്. നിങ്ങളൊക്കെ അഭിപ്രായ പ്രകാരം നമ്മൾ ഏത് ചാപ്റ്റർ തുടങ്ങിയിരിക്കുകയാണ്? തെർമൽ പ്രോപ്പർട്ടീസ് തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളൊക്കെ പറഞ്ഞു സാറേ അതിനുശേഷം വരുന്ന ചാപ്റ്റേഴ്സ് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല സാറേ, തെർമൽ പ്രോപ്പർട്ടീസ് ഒന്നും മനസ്സിലാകുന്നില്ല സാറേ ഒന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്താക്കി, നമ്മളിത് എടുത്ത് തുടങ്ങാൻ പോവാണ്. ബേസിക്സ് നിങ്ങൾക്കറിയാം ഞാനിങ്ങനെ ക്ലാസ് എടുക്കുക. ബേസിക്സ്, കൺസെപ്റ്റ്, ന്യൂമറിക്കൽസ് ഒക്കെ സെറ്റാക്കിയിട്ടേ നമ്മൾ പോകും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ നോട്ട് എടുക്കുക, തെർമൽ പ്രോപ്പർട്ടി സൈഡ് എഴുതുക, വരിക. കാരണം നിങ്ങൾ നോട്ട് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്താവും, അത് എളുപ്പമാവും, നിങ്ങളെ പ്രോസസ്സ് എളുപ്പമാവും. കാരണം എക്സാമിന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ നോട്ട് കണ്ടു, ഇതിൽ ഇതുണ്ടല്ലോ, ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നിങ്ങൾ പിന്നെ പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 50% കംപ്ലീറ്റ് ആയി. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നോട്ടുണ്ട്. പിന്നെ അത് പഠിച്ചാൽ മതി എന്നുള്ള പ്രോസസ്സാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ നോട്ടില്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് എവിടെ നോട്ട്, അവനെ കൊണ്ട് ഇതിലെല്ലാം ഉണ്ടോ, അതൊന്നും വേണ്ട ആവശ്യമില്ല. നിങ്ങൾ വൃത്തിക്ക് എഴുതിയെടുക്കൂലേ? അങ്ങനെയാണെങ്കിൽ കള്ളന്മാരെ ബുക്കൊക്കെ തുറന്ന് വെക്കുക, നോട്ടൊക്കെ തുറന്ന് വെക്കുക, പെന്നൊക്കെ എടുക്കുക, വെള്ളമൊക്കെ കുടിക്കുക, ഫുൾ ഫ്രഷ് ആവുക, ക്ലിയർ മൈൻഡ്, പീസ്, ഒക്കെ സെറ്റല്ലേ? ഈ തെർമൽ പ്രോപ്പർട്ടീസ് ഇത് എളുപ്പമുള്ള ചാപ്റ്ററാണ്. കാരണം എന്താ വെച്ചാൽ മറ്റ് ചാപ്റ്റേഴ്സ് പോലെയല്ല, വലിയ ഡെറിവേഷൻസ് ഇല്ല, വലിയ തിയറികളില്ല. ഇത് എന്താക്കുക, അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കുക. വളരെ സിമ്പിൾ കാര്യമാണ്. കൺസെപ്റ്റ് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കുക. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരും. സോ നമുക്ക് എന്താക്കി കൂടെ, ചാപ്റ്ററിലേക്ക് പോയി കൂടെ, ഒക്കെ സെറ്റല്ലടാ. എന്തായാലും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്താക്കുക, ഈ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ആ ചാപ്റ്ററിൻ്റെ പേരും തന്നെ തുടങ്ങാം. എന്താടാ മാറ്റർ? മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസുള്ള, ഒരു സ്പേസിൽ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കാണാനോ തൊടാനോ അതിനെ ഫീൽ ചെയ്യാനോ അനുഭവിച്ചറിയാനോ പറ്റുന്ന മാസുള്ള സബ്സ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? മാറ്റർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയാം, അറിയില്ലെങ്കിൽ പഠിച്ചില്ലേ? സിമ്പിൾ. തെർമൽ എന്ന് പറഞ്ഞാൽ എന്താ? തെർമൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിനെ റിലേറ്റ് ചെയ്യുന്ന വേർഡാണ് എന്ത്? തെർമൽ എന്ന് പറയുന്നത്. അപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാറ്ററിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ചൂടാക്കുവോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഹീറ്റ് എടുക്കുവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തണുപ്പിക്കുകയോ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് കാണിക്കുന്ന പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുന്നതാണ് എന്തടാ ഈ ചാപ്റ്റർ? എന്ത്? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതിന് നമ്മൾ ആദ്യം എന്തറിയണം? ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്താണെന്ന് അറിയണം. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ആണ് ഈ ചാപ്റ്ററിന്റെ ബേസിക്സ് എന്ന് വെച്ചാൽ പക്കാ ബേസിക്സ്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എന്താക്കും, വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് എന്താക്കാം, പഠിക്കാൻ പറ്റും. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് ഫുൾ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തരും. അതെന്താക്കുക, നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, ഒന്നുകൊണ്ട് പേടിക്കേണ്ട. നമുക്ക് ഇതിലേക്ക് പോയി കൂടാ, ഇതിലേക്ക് പോവാം. ഹീറ്റ് എന്താടാ? ഹീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഏറ്റവും സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ, ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അത് എനർജീൻ്റെ ഫോമാണ്. ഇറ്റ് ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. അത് ഒരു ബോഡിയിൽ നിന്നും മറ്റേ ബോഡിയിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആ രണ്ട് ബോഡിയും തമ്മിൽ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിരിക്കണം എന്ന്. ഇത് ഞാൻ എന്താക്കും, ടെമ്പറേച്ചർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് ശേഷം ഈ പോയിന്റ് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കുക, ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി, ഇറ്റ് ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. അടുത്തെന്താ, ഹീറ്റിന്റെ യൂണിറ്റ് എന്താടാ? ഹീറ്റിന്റെ യൂണിറ്റ് ആണ് എന്ത്? ജൂൾ. ഈ ജൂൾ ഞാൻ എവിടെയോ കേട്ടിക്കല്ലോ. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു എന്ത്? വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂള്. വർക്കിന്റെ യൂണിറ്റും ജൂള്, ഹീറ്റിന്റെ യൂണിറ്റും ജൂള്. അപ്പം വർക്കും ഹീറ്റും സെയിം ആണോ? വർക്കും ഹീറ്റും സെയിം ആണോടാ? വർക്ക് ആൻഡ് ഹീറ്റ് ആർ നോട്ട് സെയിം. വർക്കിന്റെ ഹീറ്റും സെയിം അല്ല, അതിന്റെ യൂണിറ്റ് സെയിം ആണ്. ആ ബോത്ത് ആർ എന്താ? ഇത് രണ്ടും ബോത്ത് ആർ ഡിഫറെന്റ് വേസ് ഓഫ് ട്രാൻസ്ഫറിങ് എനർജി. ഇതെന്താടാ പറയണേ? വർക്കും ഹീറ്റ് എന്ന് പറഞ്ഞാൽ സെയിം അല്ല, അത് രണ്ടും എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ എന്താണ്? ഡിഫറെന്റ് വഴികളാണ്. മനസ്സിലായില്ലാലോ? മനസ്സിലാക്കി തരാം, ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളെ കയ്യിൽ എന്തുണ്ട്? നല്ല പാത്രമുണ്ട്. ഏതാടാ ഫിഗർ? ഇത് പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്തതാണ്.
എന്നിട്ട് എന്താക്കി ഞാനത് അടിയിൽ നല്ലോണം എന്താക്കി ചൂടാക്കി, നല്ല ഹീറ്റ് കൊടുത്ത്, അല്ലെങ്കിൽ നല്ലോണം ചൂടാക്കി. ആ വെള്ളം തിളക്കുമല്ലോ. ഇവിടുന്ന് ഈ ഇതിൽ നിന്നും, തീയിൽ നിന്നും അതിന് ഒരു എനർജി കിട്ടിയത് കൊണ്ടല്ലേ വെള്ളം തിളച്ചത്. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അവിടെ വെക്കുക. ആൻഡ് നമ്മൾ എന്താക്കുന്നത്, നമ്മളെ കഥാനായകൻ, എല്ലപ്പോഴും വരുന്ന കഥാനായകൻ ആരാ? നമ്മളെ കുട്ടപ്പൻ എന്താക്കുന്നത്, ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു M മാസുള്ള ബ്ലോക്ക് എന്ത് ചെയ്യണ്, ഇവിടെ ഒരു ഫോഴ്സ് F കൊടുക്കുന്നു. അപ്പൊ അതിനെന്ത് സംഭവിക്കും? ഒരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്ത്, അതിന് S എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദൂരം നമ്മൾ അതെന്താക്കി, ഇത്രയും ദൂരം അത് മുന്നോട്ട് നീങ്ങി ആ ബ്ലോക്ക് എത്തി. എവിടെ എത്തി? ഇവിടെ എത്തി. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കുന്ന എനർജി, ഈ നമ്മളെ കയ്യിലുള്ള ഫോഴ്സിന് എനർജി നമ്മൾ അതിന് ട്രാൻസ്ഫർ ചെയ്യല്ലേ ചെയ്തേ. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്ക് എന്ന് പറയണത്. അതേ സ്ഥാനത്ത് ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുത്തോ? ഇല്ല. അതിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചോ? ഇല്ല. ഇവിടെ എന്താക്കി, നമ്മൾ ഫോഴ്സ് കൊടുത്തു, ആ ബ്ലോക്ക് എന്താക്കി, മാറ്റി. ആ ബ്ലോക്ക് ആ മുന്നോട്ടേക്ക് നീക്കി. അപ്പൊ എന്ത് സംഭവിച്ചു? അവിടെ എനർജി ട്രാൻസ്ഫർ ആയി. അങ്ങനെ ട്രാൻസ്ഫർ ആകുന്ന എനർജീനെയാണ് എന്ത് പറയുന്നടാ? വർക്ക് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അപ്പം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താടാ? വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ട്രാൻസ്ഫേർഡ് വെൻ എന്താ? ഫോഴ്സ് കോസസ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് കാരണം ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ട്രാൻസ്ഫറിനെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ഹീറ്റ് എന്ന് പറയുന്നത് എന്താ? അവിടെ ഫോഴ്സും ഇല്ല, ഡിസ്പ്ലേസ്മെന്റും ഇല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി ഈ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും സംഭവിക്കാതെ മറ്റൊന്നിനേക്ക് കിട്ടുക. അതിനുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ടെമ്പറേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കും. അപ്പോൾ അതെന്താണ്? അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജിയാണ് എന്ത്? ഹീറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വർക്ക് ആൻഡ് ഹീറ്റ് നോട്ട് സെയിം, ബട്ട് ബോത്ത് ആർ ദ ഡിഫറെന്റ് വേസ് ടു ട്രാൻസ്ഫറിങ് എനർജി. വർക്ക് എന്താന്ന് പഠിച്ചില്ലേ? ഹീറ്റ് എന്താന്ന് പഠിച്ചില്ലേ? യൂണിറ്റ് എന്താന്ന് പഠിച്ചില്ലേ? ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കൂടെ? ഒക്കെ മനസ്സിലായില്ലേ? ഇനി അടുത്തതിലേക്ക് പോയിക്കൂടെ? അടുത്ത നമ്മളെ ടോപ്പിക് അവിടെ എന്താ? ടെമ്പറേച്ചർ. ടെമ്പറേച്ചറോ? അപ്പൊ ഹീറ്റും ടെമ്പറേച്ചറും സെയിം അല്ലേ? വാ നോക്കാം. ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്. ഒരു വസ്തു എത്ര തണുത്തിട്ടാണെന്നോ ഒരു വസ്തു എത്ര ചൂടാണോ എന്ന് നമ്മൾ മെഷർ ചെയ്താൽ കിട്ടുന്ന സാധനമാണ് എന്തടാ? അതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത് LKG കുട്ടികളുടെ ഡെഫിനേഷനാണ്. ബട്ട് നമുക്ക് എന്താക്കാം, ഡെഫിനേഷൻ പഠിക്കാം. ഇതിന്റെ യൂണിറ്റ് എന്താ? ഇതിന്റെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചു. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, കെൽവിൻ ഉണ്ട്, ഡിഗ്രി ഫാരൻ ഉണ്ട്, അതുപോലെ ഒരുപാട് യൂണിറ്റ്സ് ഇതിന് വേറെ ഉണ്ട്. ഇതിൽ SI യൂണിറ്റ്സ് എന്താ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു, അത് കെൽവിൻ ആണ്. ഇനിയാണ് എന്താ നമ്മൾ +1 ലെവലിലേക്ക് പോണത്. പേടിക്കണ്ട, ശ്രദ്ധിച്ചിരുന്ന് കേട്ടാ മതി. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഏവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഈച്ച് മോളിക്യൂൾ. ഏവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഈച്ച് മോളിക്യൂൾ. മനസ്സിലായില്ലല്ലോ? എനിക്കറിയാം. അപ്പൊ നമുക്ക് എന്താക്കാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തു? ഒരു ബീക്കർ എടുത്തു, ആൻഡ് വീണ്ടും ഒരു ബീക്കർ എടുത്തു. അതെന്താക്കി ഞാൻ? ഇത് കുറച്ചധികം സമയം ചൂടാക്കി. സോറി, വെള്ളം ഒഴിക്കാൻ വിട്ട്. ഇതിലെന്താക്കി? 2 സെയിം അളവിൽ വെള്ളം എടുത്തു. എന്താക്കി? ഇത് കുറച്ചധികം സമയം ചൂടാക്കി, ഇത് അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ സമയം ചൂടാക്കി. എന്നിട്ട് എന്താക്കി? ഓഫാക്കി. തീ ഞാൻ ഓഫാക്കി. അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഇതൊരു 60 ഡിഗ്രി സെൽഷ്യസ് ചൂടായി എന്ന് കൺസിഡർ ചെയ്യുക, ഇതൊരു 20 ഡിഗ്രി സെൽഷ്യസ് ചൂടായി എന്ന് കൺസിഡർ ചെയ്യുക. കാരണം ഇത് ഞാൻ കൂടുതൽ സമയം ചൂടാക്കിയോണ്ട് ഇതിൽ നിന്നും എനർജി ഇതിലേക്ക് കിട്ടി. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജിനെയാണല്ലോ നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഹീറ്റ് എന്ന് പറഞ്ഞത്. അവിടെ വെക്കാം. ഇവിടെ അത്ര നേരം ചൂടാക്കാത്തതുകൊണ്ട് അത്ര എനർജി അതിന് കിട്ടിയില്ല. അതുകൊണ്ട് അത് 20 ഡിഗ്രി സെൽഷ്യസ് ചൂടായി എന്ന് പറയുന്നത്. ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണം. നമ്മൾ എന്താക്കുക? ഇതിൽ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ 2 മോളിക്യൂൾ കൺസിഡർ ചെയ്യുക. വെള്ളോ 2 മോളിക്യൂൾ കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു മോളിക്യൂളുണ്ട്, ഇവിടെ ഒരു മോളിക്യൂളുണ്ട്. ഈ എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസ് എന്താ ചെയ്യാന്ന് അറിയാം നിങ്ങൾ? ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യും. ഈ 2 ഈനും എനർജി കിട്ടി, ഈ എനർജി കിട്ടി, ഈ 2 മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യും. ഏതിനായിരിക്കും ഇവിടെ വൈബ്രേഷൻസ് കൂടുതൽ? കാരണം കൂടുതൽ എനർജി കിട്ടിയതിനായിരിക്കല്ലേ കൂടുതൽ വൈബ്രേഷൻസ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഈ 60 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളത്തിലുള്ള മോളിക്യൂൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യും? ഇങ്ങനെ സും 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 എന്ന് വൈബ്രേറ്റ് ചെയ്യും. അതേ സ്ഥാനത്ത് 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ള മോളിക്യൂൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യും? സും 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 സും. 60 ഡിഗ്രിയിൽ സും സും സും, 20 ഡിഗ്രിയിൽ സും 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 എന്ന് പറഞ്ഞ് വൈബ്രേറ്റ് ചെയ്യും. എന്നിട്ട് ഇത് അവിടെ വെക്കുക. ഇതുവരെ മനസ്സിലായല്ലോ? ഇതിൽ വൈബ്രേഷൻ കൂടുതലാണ്, ഇനി വൈബ്രേഷൻ കുറവാണ്.
ഈ 2 ബീക്കർ ഞാൻ അടുപ്പിച്ച് വെച്ച്. അങ്ങനെയാണെങ്കിൽ ഈ മോളിക്യൂൾസും തമ്മിൽ എന്തായി കോണ്ടാക്ട് വന്ന് എന്ന് വെക്കുക. ഈ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസ് സും സും സും, ഇത് സും സും സും. അപ്പോൾ ഇതെന്തായി കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഇതിൻ്റെ വൈബ്രേഷൻസിൻ്റെ സ്പീഡ് കൂടും, ഇതിൻ്റെ വൈബ്രേഷൻസിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇതിൽ നിന്നും ഇതിലേക്ക് എന്താവും? എനർജി ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി അല്ലേ ഹീറ്റ് എനർജി? യെസ്, ഹീറ്റ്. ഇത് എന്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇവിടെ എന്തുള്ളതുകൊണ്ട്? ഇതിൻ്റെ ടെമ്പറേച്ചറും വ്യത്യാസമില്ലേ? സോ ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതല്ലേ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം. മനസ്സിലായില്ലേ? ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വൈബ്രേഷൻസ് കൂടുന്നു. ഈ വൈബ്രേഷൻസ് കൂടുമ്പോൾ ഇതെന്താക്കണ്? അപ്പുറത്തേക്ക് എന്ത് കൊടുക്കണ്? ആ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. വൈബ്രേഷൻ കുറഞ്ഞതിന് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ഇത് എത്രത്തോളം എനർജി കൊടുക്കും? അതാ ഞാൻ പറയുന്നത്. ഈ വൈബ്രേഷൻസ് ഇതിന് എനർജി കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ എനർജി കുറയൂലേ? എനർജി കുറഞ്ഞ് എനർജി കുറയുമ്പോൾ എന്ത് കുറയും? വൈബ്രേഷൻസ് കുറയും. അങ്ങനെ ഇതൊരു 40 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നവരെ എന്താക്കും? ഇത് വൈബ്രേറ്റ് ചെയ്യും. ഇത് 40 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നവരെ അതിൽ നിന്ന് എനർജി കൊടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 + 20/2 = 40 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഇക്വിലിബ്രിയം പോയിന്റ് എത്തുന്നവരെ. കാരണം ഇതിൽ നിന്ന് എനർജി പോയി അതിൻ്റെ വൈബ്രേഷൻസ് കുറഞ്ഞ് ഇതിൻ്റെ ടെമ്പറേച്ചർ ഡ്രോപ്പായി 40 എത്തി. ഇതിൽ നിന്ന് എനർജി കിട്ടി അതിൻ്റെ വൈബ്രേഷൻസ് കൂടി ടെമ്പറേച്ചർ കൂടി അതെന്തായി 40 ഡിഗ്രി എത്തുന്നവരെ ഇക്വിലിബ്രിയത്തിലായി കഴിഞ്ഞാൽ പിന്നെ രണ്ടും സെയിം വൈബ്രേഷൻ അല്ലേ? സെയിം വൈബ്രേഷൻ അല്ലേ? അപ്പം എന്താക്കണ്? അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി പോവോ? ഇല്ല. ഇതാണ് ഹീറ്റ്, ഇതാണ് ടെമ്പറേച്ചർ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു സുഖം കിട്ടിയില്ലടാ. മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഒരു ഫീല് കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂടാ ഫിസിക്സ്. ഇതാണ് ഫിസിക്സിൻ്റെ ബ്യൂട്ടി. ഇത് നിങ്ങൾ കാണാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂളിറ്റി സമയത്ത് അങ്ങനെ പഠിക്കുന്നതിലും നല്ലത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ ഉണ്ടാവത്തില്ലേ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയിക്കൂടെ? അടുത്താണ് നമ്മളെ തെർമോമെട്രി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അത് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? തെർമോമെട്രി എന്ന്. ഇതിൽ നമ്മൾ ആകെ പഠിക്കുന്നത് 3 സ്കെയിലിനകത്തുള്ള ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും. അതിന് ശേഷം നമ്മൾ പഠിക്കുന്നതാ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലേക്ക്, കെൽവിൻ നിന്ന് ഫാരനിലേക്ക്, ഫാരൻ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക്, അല്ലെ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഡയറക്റ്റ് കെൽവിനിലേക്ക്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നമ്മൾ എന്താക്കുന്നത് ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. ഇതിന് ശേഷം നമ്മൾ ന്യൂമറിക്കലും ചെയ്യും. ഇത് ഓർത്ത് വെക്കാനുള്ള ട്രിക്കും പറഞ്ഞുതരും. നമുക്ക് അതിലേക്ക് പോയിക്കൂടെ? അതിലേക്ക് പോകാം. മെൽറ്റിംഗ് പോയിന്റ് അഥവാ ഈ മെൽറ്റിംഗ് പോയിന്റിനെ പറയുന്ന പേരാണ് എന്ത്? ഐസ് പോയിന്റ് എന്ന്. ഐസ് ഉരുകുന്ന പോയിന്റാണ് മെൽറ്റിംഗ് പോയിന്റ്. അടുത്ത ബോയിലിംഗ് പോയിന്റ് അഥവാ അതിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? സ്റ്റീം പോയിന്റ് എന്ന്. ഈ സ്റ്റീം പോയിന്റ് എന്നൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം എന്ത്? അത് ബോയിലിംഗ് പോയിന്റ് ആണെന്ന്. ഈ ബോയിലിംഗ് പോയിന്റ് 3 സ്കെയിലിനകത്തുള്ളത് നമ്മൾ പഠിക്കണം. 3 സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാ. 3 സ്കെയിൽ എന്ന് പറഞ്ഞാൽ സിമ്പിളാ. ഒന്നാമത്തേതാണ് എന്ത് സ്കെയില്? സെൽഷ്യസ് സ്കെയില്. രണ്ടാമത്താണ് എന്ത് സ്കെയില്? ഫാരൻഹീറ്റ്, ഡിഗ്രി ഫാരൻ സ്കെയില്. മൂന്നാമത്താണ് എന്ത് സ്കെയില്? കെൽവിന്. ഈ 3 സ്കെയിലിനകത്ത് വരുന്ന മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇതൊക്കെ അതിൻ്റെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ യൂണിറ്റ് ആണ്. എത്ര ഡിഗ്രിയിലാടാ ഐസ് ഉരുകുന്നത്? ഡിഗ്രി സ്കെയിലിൽ 0 ഡിഗ്രി സെൽഷ്യസിലല്ലേ? എത്ര ഡിഗ്രിയിലാടാ ബോയിൽ ചെയ്യുന്നത്? അതെത്രയാ? 100 ഡിഗ്രി സെൽഷ്യസിലല്ലേ? 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളക്കുക. 0 ഡിഗ്രിയിലാണ് അത് ഐസ് ആവുക. അതേപോലെ അത് ഫാരൻ ഹീറ്റിൽ 32 ഡിഗ്രി ഫാരനിലാണ് മെൽറ്റിംഗ് പോയിന്റ്. ആൻഡ് എത്രയാ? 212 ഡിഗ്രി ഫാരനിലാണ് എന്താകുന്നത്? വെള്ളം ബോയിലാണത്. അതേപോലെ കെൽവിൻ്റെ അകത്ത് 273.15 ഡിഗ്രി കെൽവിനിലാണ് എന്ത്? വെള്ളം ഐസ് ആവുന്നത്. 373.15 കെൽവിനാണ് എന്താകുന്നത്? വെള്ളം ബോയിലാവണത്. ഇത് പക്ക അല്ലേ? പക്കാണ്. ഇത്രയേ ഉള്ളൂ. ഈ 3 സ്കെയിലിനകത്തുള്ള ഈ വാല്യൂസ് നിങ്ങൾ എന്താക്കണം? ബൈ ഹാർട്ട് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി സ്കെയിലിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് പഠിക്കണം. ഒന്നുമില്ല. എന്താടാ സ്കെയിൽ റീഡിങ്? നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വരില്ല, പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. സ്കെയിൽ റീഡിങ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ്. ശ്രദ്ധിക്കുക, സ്കെയിൽ റീഡിങ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ്. ഇപ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. ഡിവൈഡഡ് ബൈ ബോയിലിംഗ് പോയിന്റ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ്
ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായില്ലാലോ? ഇനി നമുക്ക് എന്താക്കാം, അതിൽ നിന്ന് കൺവേർഷൻ ചെയ്ത് കാണിച്ചു തരാം. ഇതെന്താക്കുക, നിങ്ങൾ നല്ല ബ്രാക്കറ്റിൽ നല്ല കളർ പെന്നൊക്കെ ഉപയോഗിച്ചിട്ട് കളിയിലാക്കി വെക്കുക. സ്കെയിൽ റീഡിംഗ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ് ഡിവൈഡഡ് ബൈ ബോയിലിംഗ് പോയിന്റ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇത് മാത്രം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം. കൺവേർഷനിലേക്ക് പോയി കൂടെ? എടാ നിങ്ങൾ ഇതൊന്നും കണ്ടു പേടിക്കണ്ട, ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നമുക്ക് എന്താക്കാം, ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂ ഡിഗ്രി ഫാരനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിന് ഒരുപാട് ന്യൂമറിക്കൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ലാസ്റ്റ് ചെയ്യാം. ഇതെന്താണെന്ന് എളുപ്പത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. ഡിഗ്രി സ്കെയിലിൽ അതിലുള്ള സ്കെയിൽ റീഡിംഗ് എന്താ? അതാണ് നമുക്ക് വരുന്ന വാല്യൂ സി. ആൻഡ് ഡിഗ്രി സെൽഷ്യസിന്റെ അകത്ത് മെൽറ്റിംഗ് പോയിന്റ് എത്രയാ? 0 ഡിഗ്രി. ആൻഡ് അതിൽ വരുന്ന ബോയിലിംഗ് പോയിന്റ് എത്രയാ? 100 ഡിഗ്രി. അല്ലേ ഇതാ 100 ഡിഗ്രി. ആൻഡ് അതിൽ വരുന്ന മെൽറ്റിംഗ് പോയിന്റ് 0 ഡിഗ്രി. ഇതവിടെ വെക്കുക. ആൻഡ് അടുത്ത ഡിഗ്രി ഫാരൻ്റെ അകത്ത് ഫാരൻ ഹീറ്റ് സ്കെയിലിൽ അത് വരുന്ന സ്കെയിൽ റീഡിംഗ് എത്രയാ? അത് എഫ്, കാരണം നമുക്ക് തരുന്ന വാല്യൂ, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ. മൈനസ് മെൽറ്റിംഗ് പോയിന്റ് എത്രയാ? മെൽറ്റിംഗ് പോയിന്റ് ഇൻ ഫാരൻ ഹീറ്റ് സ്കെയിൽ എത്രയാ? 32 ഡിവൈഡഡ് ബൈ അതിൽ വരുന്ന ബോയിലിംഗ് പോയിന്റ് എത്രയാ? 212. ആൻഡ് അതിൽ വരുന്ന മെൽറ്റിംഗ് പോയിന്റ് എത്രയാ? 32. അത് ഞാനെന്നാ നിങ്ങളോട് പറഞ്ഞ അതൊരു കോൺസ്റ്റന്റ് ആണെന്ന്. അപ്പൊ ഇതും ഒരു കോൺസ്റ്റന്റ് ആണ്, ഇതും ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സെയിം എന്നല്ലേ? ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത്രേ ഉള്ളൂ. എന്താ നമ്മളെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തൂടെ? ഇതെങ്ങനെ കിട്ടും? C/100 ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 32 ഡിവൈഡഡ് ബൈ 180 എന്ന് കിട്ടും. ഇതാണല്ലോ നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ട ഇക്വേഷൻസ്. ആൻഡ് ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും? C/20 പോകുമ്പോൾ 5 ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 32 ഡിവൈഡഡ് ബൈ 180/29 കിട്ടും. അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ എഴുതണം? 9C/5 ഈ 9 ഇങ്ങോട്ട് വരുമ്പോൾ ആൻഡ് പ്ലസ് 32 ഈസ് ഈക്വൽ ടു ഫാരൻ. ഈ ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. ബട്ട് നമ്മൾ ഈ ഒരൊറ്റ കൺസെപ്റ്റ് വെച്ച് ഈ ഡിഗ്രി സെൽഷ്യസിന് ഡിഗ്രി ഫാരനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്താക്കി എഴുതി എടുത്തില്ലേ? നിങ്ങൾക്ക് ഇനി മാറിപ്പോകത്തില്ലല്ലോ. ഇപ്പോൾ 9/5 ആണോ 5/9 ആണോ, അല്ലെങ്കിൽ C ഈസ് ഈക്വൽ ടു 9/5 F പ്ലസ് 32 ആണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനും വേണ്ട. ഇത് മാത്രം ഓർത്തിരിക്കുക. ഇനിയിപ്പോൾ അടുത്തതുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് എന്താക്കും, ഇതിൻ്റെ എളുപ്പം മനസ്സിലാവും. ഇത് മാക്കട്ടെ ഇതന്നെ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഈ സീൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫ് കണ്ടുപിടിച്ചൂടെ? അഥവാ എഫിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സി കണ്ടുപിടിച്ചൂടെ? ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് സിമ്പിൾ കാൽക്കുലേഷൻ അല്ലേ വേണ്ടു? ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. അടുത്ത ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഇക്വേഷൻ എന്താ? സ്കെയിൽ റീഡിംഗ് എന്താ? ഡിഗ്രി സെൽഷ്യസിൽ സി ആൻഡ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 0 ആൻഡ് ബോയിലിംഗ് പോയിന്റ് 100 മൈനസ് മെൽറ്റിംഗ് പോയിന്റ് 0 ഈക്വൽ ടു കെൽവിൻ സ്കെയിൽ റീഡിംഗ് എന്താ? കെ. ആൻഡ് അതിൽ മെൽറ്റിംഗ് പോയിന്റ് എത്രയാ? 273.15. ഈ 15 എന്താ കോമൺ ആയിട്ട് എടുക്കാറില്ല. 273 ആണ് സാധാരണ എടുക്കാറ്. അപ്പോൾ നമുക്ക് 273 മതി. ആൻഡ് അതിൽ ബോയിലിംഗ് പോയിന്റ് എത്രയാ? 373. ആൻഡ് അതിൽ വരുന്ന മെൽറ്റിംഗ് പോയിന്റ് എത്രയാ? 273. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും? C/100 ഈസ് ഈക്വൽ ടു കെ മൈനസ് 273 ഡിവൈഡഡ് ബൈ 100. ഈ 100 കോമൺ ആയതുകൊണ്ട് വെട്ടി. സോ എന്താക്കുക? C is equal to K minus 273 and K is equal to 2C plus 273. ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിക്കേണ്ടതിന് പകരം നമ്മൾ ഒറ്റ ഇക്വേഷൻ കൊണ്ട് ഇത് കണ്ടുപിടിച്ചില്ലേ? ഇതിലിപ്പോൾ നമുക്ക് കെൻ്റെ വാല്യൂ കണ്ടു പറഞ്ഞാൽ സി കിട്ടൂലേ? സീൻ്റെ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ കെ കിട്ടൂലേ? അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ ഡിഗ്രി ഫെയർന്ന് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പഠിക്കുക. ഒന്നുമില്ല. സ്കെയിൽ റീഡിംഗ് എന്താ? എഫ് ആൻഡ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് അല്ല മെൽറ്റിംഗ് പോയിന്റ് 32, അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്താ? 212. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 32 ഈസ് ഈക്വൽ ടു എന്ത് വരും? കെ മൈനസ് 273 ഡിവൈഡഡ് ബൈ 373 മൈനസ് 273. അത് എന്ത് കിട്ടും? എഫ് മൈനസ് 32 ഡിവൈഡഡ് ബൈ 180 ഈസ് ഈക്വൽ ടു കെ മൈനസ് 273 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. ഇതിൽ എഫിൻ്റെ വാല്യൂ തന്നാൽ കെ കണ്ടുപിടിച്ചൂടെ? കെൻ്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ എഫ് കണ്ടുപിടിച്ചൂടെ? ഇത്രയേ ഉള്ളൂ. എന്താ ഇത് നിങ്ങൾ മാത്രം ആലോചിച്ച് നോക്കുക. സ്കെയിൽ റീഡിംഗ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ് ബൈ ബോയിലിംഗ് പോയിന്റ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ബാക്കി ഒക്കത്തിലും അപ്ലൈ ചെയ്യുക. നിങ്ങൾ വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? ന്യൂമറിക്കലിലേക്ക് പോയിക്കൂടെ? ലെറ്റ്സ് ഗോ. ഒരുമിച്ചിരുന്ന് ചെയ്യുക. സിമ്പിളാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു ചെയ്താൽ മാത്രമേ ന്യൂമറിക്കൽസ് പഠിക്കൂ. വളരെ എളുപ്പത്തിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻ Fahrenheit and Kelvin corresponding to 27 degree Celsius. 27 degree Celsius നിന്നും ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക, കെൽവിനിലേക്കും കൺവേർട്ട് ചെയ്യുക. അപ്പോഴേക്ക് നമ്മൾ ആ മൈൻഡിൽ ആദ്യം എന്ത് വരണം? അതിൻ്റെ ഇക്വേഷൻ വരണം. എന്താ ഇക്വേഷൻ? ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9C/5 പ്ലസ് 32 എന്ന് വെച്ചാൽ സീൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഫാരൻഹീറ്റ് കിട്ടും. കെൽവിൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? C പ്ലസ് 273. ഇതൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ എന്താലോചിക്കുക? നമ്മൾ ട്രിക്ക് ആലോചിക്കുക. എന്തായിരുന്നു?
സി മൈനസ് 0 ഡിവൈഡഡ് ബൈ 100 മൈനസ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിൽ റീഡിംഗ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ് ഡിവൈഡഡ് ബൈ ബോയിലിംഗ് പോയിന്റ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഈക്വൽ ടു സ്കെയിൽ മൈനസ് മെൽറ്റിംഗ് പോയിന്റ് ഡിവൈഡഡ് ബൈ ബോയിലിംഗ് പോയിന്റ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ്. ഇത് എത്ര കിട്ടും? സി ബൈ 100 ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 32 ഡിവൈഡഡ് ബൈ 180. ഇത്രയേ ഉള്ളൂ. ഈ സിക്ക് വാല്യൂ കൊടുത്തേ. എന്താ വാല്യൂ? 27 divided by 100 is equal to f minus 32 divided by 180. ഇത്രയേ ഉള്ളൂ. ഇതെന്താക്കുക? ഇനിയിപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? f minus 32 is equal to എന്താക്കിയ ഈ 180 divided by 180 ഇവിടത്തേക്ക് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈഡ് ബൈ 180 ആവും. സോ 27 divided by 100 into 180 എന്നാവും. ആൻഡ് f is equal to 27 divided by 100 into 180 plus 32 ആവും. എന്തുകൊണ്ട് പ്ലസ് ആവുന്നു? ഈ മൈനസ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും. ഇത്രയേ ഉള്ളൂ. 27 divided by 100 0.27 into 180 plus 32. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് അറിയോ? എന്ത് കിട്ടും? 80.6 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിച്ചിട്ട് ഇവിടെ സീന്റെ വാല്യൂ ഇട്ട് കൊടുക്കണമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കൂടെ? അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുണ്ട്? കെൽവിൻ കണ്ടുപിടിക്കാനുണ്ട്. കെൽവിൻ്റെ എന്താ? സി മൈനസ് 0 ഡിവൈഡഡ് ബൈ 100 മൈനസ് നമുക്ക് എന്താ അവിടെ മാച്ചിട്ട് ബാക്കി ചെയ്യാം. എന്താ? സി മൈനസ് 0 ഡിവൈഡഡ് ബൈ 100 മൈനസ് 0 ഈസ് ഈക്വൽ ടു എന്താടാ? കെ മൈനസ് 273 ഡിവൈഡഡ് ബൈ 373 മൈനസ് എന്താ 273. അപ്പോൾ ഇതെന്താവും? സി ബൈ 100 ഈസ് ഈക്വൽ ടു കെ മൈനസ് 273 ഡിവൈഡഡ് ബൈ 100 ആവും. 100 വെട്ടിപ്പോയി. അപ്പോൾ സി ഈസ് ഈക്വൽ ടു കെ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സി പ്ലസ് 273 എന്ന് കിട്ടും. അപ്പോൾ ഇതെന്ത് കിട്ടും? സിന്റെ ആൻസർ എത്രയാ? സി എത്രയാ? 27 പ്ലസ് 273 ഈസ് ഈക്വൽ ടു 300 കെൽവിൻ. സിമ്പിൾ. കണ്ടുപിടിച്ചു. ഇത്ര എളുപ്പമാണത്. ഇനിയിപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇത്ര എളുപ്പമല്ലേ? ഇത് കണ്ടുപിടിച്ചില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായ എന്താ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 68 ഡിഗ്രി ഫാരൻ ഈസ് ഈക്വൽ ടു എത്ര കെൽവിൻ ആണെന്നുള്ളത്. 68 അങ്ങനെ ഒരു ഇക്വേഷൻ ഞാൻ പഠിച്ചത് ഓർമ്മയില്ലാലോ. അവിടെയാണ് നമ്മളെ ട്രിക്കിന്റെ ഉപയോഗം. എന്തായിരുന്നു? റീഡിങ് സ്കെയിൽ മൈനസ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഡിവൈഡഡ് ബൈ ബോയിലിംഗ് പോയിന്റ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഈക്വൽ ടു കെ മൈനസ് 273 ഡിവൈഡഡ് ബൈ എന്താ? 373 അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ്. സിമ്പിൾ അല്ലേ? ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? എഫ് മൈനസ് 32 ഡിവൈഡഡ് ബൈ 180 ഈസ് ഈക്വൽ ടു കെ മൈനസ് 273 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 100 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? കെ ആണ് കാണേണ്ടത്. അപ്പം കെൻ്റെ രീതിക്ക് മാറ്റിക്കൂടെ? മാറ്റാം. ഇതിൽ നിന്നും വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? 5 കിട്ടും. ഇവിടെ 9 കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? എഫ് മൈനസ് 32 ഇൻറ്റു എന്ത് കിട്ടും? 5 ഓൾ ഡിവൈഡഡ് ബൈ 9 പ്ലസ് 273 ഈസ് ഈക്വൽ ടു കെ എന്ന് കിട്ടും. ഇവിടുന്ന് എന്താ ഞാൻ ചെയ്തത്? ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പേടിക്കണ്ട. നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട. പേടിക്കണ്ട. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത് 180 അല്ലേ? ഇവിടെ 100 അല്ലേ? ഈ ഡിവൈഡഡ് ബൈ 100 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈഡ് ബൈ 100 ആവും. അതെന്താ? ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ 100 ആയി. ആൻഡ് ഈ ഡിവൈഡഡ് ബൈ 180 ഇവിടെ തന്നെ ഉണ്ടാവും. എവിടെയും പോകുന്നില്ല. അപ്പോൾ ഇവിടെ എന്താവും? ഇതിങ്ങോട്ട് വന്നു. പിന്നെ കെ മൈനസ് 273 കെ മൈനസ് 273 എന്താവും? ഈ 273 നമുക്ക് കെ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 273 ഇവിടെ വരുമ്പോൾ 273 എന്താവും? പ്ലസ് ആവും. അത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അപ്പം കെ ഈസ് ഈക്വൽ ടു ഇതായി. ഇനിയിപ്പോൾ എഫിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ. എഫ് എന്താ? 68. അപ്പോൾ 68 മൈനസ് 32 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 180 നമുക്ക് എന്ത് കിട്ടും? ഇതെന്ത് കിട്ടും? 5 കിട്ടും. ഇതിൽ 20 പ്രാവശ്യം പോകുന്നുണ്ട്. ഇവിടെ 9 പ്രാവശ്യമാണ് 20 പോകുന്നത്. സോ ഇൻറ്റു 5/9 പ്ലസ് 273. ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇല്ലേ? ഇതെന്ത് കിട്ടും? 36 divided by 9 into 5 plus 273 4 പ്രാവശ്യം 20. അപ്പം 293 എന്ത് കിട്ടും? കെൽവിൻ കിട്ടും.
അത്രേ ഉള്ളൂടാ എന്ത് ഇതിൽ നിന്ന് വരുന്ന ന്യൂമറിക്കൽസ്. ഇനി ക്വസ്റ്റ്യൻ എന്താ, 287 കെൽവിൻ ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി ഫാരൻ? ഇത് ആരാ ചെയ്യുക? ഇത് നിങ്ങളാ ചെയ്യുക. വീഡിയോ പെട്ടെന്ന് പോസ് ചെയ്തോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. എടാ ചെയ്യടാ, ഒന്ന് പോസ് ചെയ്ത് ചെയ്യടാ. ആന്തടാ പ്ലീസ് എടാ, എന്താ അങ്ങനെ ഒന്ന് ചെയ്താൽ മാത്രമേ പഠിക്കൂ. ഒന്ന് ചെയ് ഇത് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ചെയ്യാം. HW എന്നിട്ട് എന്താക്കുക, ഉത്തരം കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടിയ ആൾക്കാർക്ക് എന്താ പറയുക, നിങ്ങൾക്ക് മറ്റേ കമ്പയർ ചെയ്ത് നോക്കാമല്ലേ ശരിയാണോ തെറ്റാണോ എന്ന്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരൂടാ, പേടിക്കണ്ട. അടുത്ത, in rumor scale, melting point is 0 degree rumor and steam point is 80 degree. Find 30 degree Celsius in rumor scale. നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു, നമ്മൾ ഏത് സ്കെയിലുള്ള കണ്ടുപിടിക്കാനും നമുക്ക് എന്തുണ്ട്, ട്രിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ റൂമർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഗ്രി സെൽഷ്യസിന്റെ സ്കെയിൽ പോലെ, കെൽവിന്റെ സ്കെയിൽ പോലെ, ഫാരൻഹീറ്റിന്റെ സ്കെയിൽ പോലെ ഒരു വേറെ സ്കെയിലാണ്. അത്ര മാത്രമേ ഉള്ളൂ. ബട്ട് ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ മാക്സിമം ടഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിൽ കൂടുതൽ എന്തായാലും ഇത് ചോദിക്കില്ല. ബാക്കിയൊക്കെ നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്കൊന്ന് പരിചയമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്താൽ ഒന്നുമില്ല, സിമ്പിൾ ആടാ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏത് സ്കെയിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും സ്കെയിൽ റീഡിങ് മൈനസ് എന്തായിരുന്നു, മെൽറ്റിംഗ് പോയിന്റ്. സ്കെയിൽ റീഡിങ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ് ഓൾ ഡിവൈഡഡ് ബൈ ബോയിലിംഗ് പോയിന്റ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ് അല്ലേ എന്തായിരുന്നു, ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു. ഇത് മാത്രം പോരടാ ഇത് വെച്ച് ചെയ്യാൻ. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മാത്രം പോരടാ ഇത് ചെയ്യാൻ. റൂമർ സ്കെയിലുള്ള മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ, 0 ഡിഗ്രി. ആൻഡ് സ്റ്റീം പോയിന്റിന്റെ അതിന്റെ സ്റ്റീം പോയിന്റ് എന്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതിന്റെ ബോയിലിംഗ് പോയിന്റ് അല്ലേ സ്റ്റീം പോയിന്റ്. അതാണ് എന്ത്, 80 ഡിഗ്രി. ഫൈൻഡ് ദ 30 ഡിഗ്രി സെൽഷ്യസ് ഇൻ റൂമർ സ്കെയിലിലെ ചോദിച്ചേ. സ്കെയിൽ റീഡിങ് എന്താ, 6 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്, 0 ആണ്. അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്താണ്, 80 ആണ്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്, 0 ആണ്. ഈസ് ഈക്വൽ ടു C-0. അതിന്റെ ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റിംഗ് പോയിന്റ് 0 ആണ്. ആൻഡ് അതിൽ ബോയിലിംഗ് പോയിന്റ് 100 ആണ്. 100 - 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R/80 ഈസ് ഈക്വൽ ടു C/100. അപ്പം നമുക്ക് R ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, C/100 ഇൻറ്റു എന്താണ്, 80 ആണ്. അതെന്തായിരുന്നടാ, C എന്തായിരുന്നു, C എത്ര, 30 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 80. 3 എത്രയാടാ, 24. സിമ്പിൾ. 24 ഡിഗ്രി റൂമർ. ഇത്രയേ വേണ്ടൂ. ഇങ്ങനെ ഇനി ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ. ഇത്രയേ ഉള്ളൂടാ ഈ ഫസ്റ്റ് ഭാഗത്ത് നിന്ന്. ഇതാണ് പ്യുവർ ബേസിക്സ്. ഈ പ്യുവർ ബേസിക്സ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുക്കാനുള്ള കാരണം തെർമോഡൈനാമിക്സ് ഉണ്ട്, ഇതിന് മുന്നോട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ന്യൂമറിക്കൽസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഇത് അറിയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കും. ബട്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിരിക്കൂടാ. ഇത്ര മാത്രമേ ഉള്ളൂടാ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുത്തണേ അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് പ്രോബ്ലം ആണോ നിങ്ങളിപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവാം, ഭയങ്കര സ്ട്രഗിൾ ഉണ്ടാവും, ഇന്ന പോയിന്റിൽ പിന്നോട്ടായിരിക്കും, ഇന്നത് മനസ്സിലാവുന്നില്ല, ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെ കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യടാ, ഇതാണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റഗ്രാം ID. അയ്യോ KKKA ഷിബിൽ ഖാനാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഞാൻ നിങ്ങളോടെ ഉണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അപ്പോൾ അടുത്ത ക്ലാസ് കാണാം. പോയി പഠിക്കുക. ഒന്ന് ചെയ്ത് നോക്കണം, ഒന്നുകൂടി ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളാ. പോയി പഠിച്ചോ. ബൈ 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 ബൈ.